അപ്പോൾ അതിനും എന്താണ് അത്രയും സുപ്പീരിയർ ഓഫീസർ ആയതുകൊണ്ട് ആ ഒരു അധികാരം ആർക്കുണ്ട്? നമ്മുടെ ഈ ജീവിത കാലയളവിൽ ഒരു തവണയെങ്കിലും നമ്മളൊരു സ്റ്റേഷൻ മാസ്റ്ററെ കാണാതിരുന്നിട്ടില്ല. അല്ലെങ്കിൽ നമ്മൾ ഒരു തവണയെങ്കിലും റെയിൽവേ സ്റ്റേഷനിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് വെള്ളയും ധരിച്ച ഒരു സ്റ്റേഷൻ മാസ്റ്ററെ നമ്മൾ ഇതുവരെ കാണാതിരുന്നിട്ടില്ല. അപ്പോൾ ഒരു സ്റ്റേഷൻ മാസ്റ്ററുടെ റോൾ എന്താണ്? അതാണ് നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഏവർക്കും എൻട്രിയുടെ SSC-RRB യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കേവലം ട്രെയിൻ വരുമ്പോൾ പച്ചക്കൊടി കാണിക്കുന്ന ഒരു വ്യക്തി മാത്രമല്ല ഒരു സ്റ്റേഷൻ മാസ്റ്റർ. ഒട്ടനേകം ജോബ് പ്രൊഫൈലിൽ ഒട്ടനേകം റെസ്പോൺസിബിലിറ്റീസും ഒട്ടനേകം പവറുകളുമുള്ള ഒരു പോസ്റ്റ് തന്നെയാണ് നമ്മുടെ റെയിൽവേ NTPC എക്സാമിലെ ഏറ്റവും പ്രീമിയം പോസ്റ്റ് ആയിട്ടുള്ള സ്റ്റേഷൻ മാസ്റ്റർ എന്ന് പറയുന്ന പോസ്റ്റുള്ളത്. അപ്പോൾ അതെന്തൊക്കെയാണ്, അതിന് ഒട്ടനേകം ഫീച്ചേഴ്സ് എന്തെല്ലാമാണ്, ആ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, മെയിൻലി നമ്മളതിൻ്റെ ജോബ് പ്രൊഫൈലാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. നമസ്കാരം, ഞാൻ ശ്യാംശങ്കർ. ഏവർക്കും സ്റ്റേഷൻ മാസ്റ്ററിൻ്റെ ജോബ് പ്രൊഫൈൽ എന്ന ഈ വീഡിയോയിലേക്ക് സ്വാഗതം. പറഞ്ഞതുപോലെ തന്നെ ഈ പറയുന്ന സ്റ്റേഷൻ മാസ്റ്റർ എന്ന് പറയുന്ന പോസ്റ്റ് ഇന്ത്യയിൽ മൊത്തമായിട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് ഏകദേശം 7000-ന് മേലെയുള്ള റെയിൽവേ സ്റ്റേഷനുകളിൽ 68% അപ്രോക്സിമേറ്റ്ലി സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് പറയുന്നത് 70%-നടുത്ത് എല്ലാവരുടെയും ഈ പറയുന്ന സ്റ്റേഷൻ മാസ്റ്റർ എന്ന് പറയുന്നതിൻ്റെ റെസ്പോൺസിബിലിറ്റി പറയുന്നുണ്ട്. അപ്പോൾ അത് ഒരു സ്റ്റേഷൻ മാസ്റ്ററിൻ്റെ കൺട്രോളിലാണ് ഈ പറയുന്ന അത്രയും സ്റ്റേഷനുകൾ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അത്രയേറെ പ്രത്യേകതകളുള്ള, അത്രയേറെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു പോസ്റ്റ് തന്നെയാണ് നമ്മളുടെ സ്റ്റേഷൻ മാസ്റ്റർ എന്ന് പറയുന്നത്. മെയിൻലി ഒരു വലിയ സ്റ്റേഷനിലും ചെറിയ സ്റ്റേഷനിലും ഒരു സ്റ്റേഷൻ മാസ്റ്റർ ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്റ്റേഷന് ഒരു റെസ്പോൺസിബിൾ പേഴ്സൺ അദ്ദേഹം തന്നെയാണ്. അതിപ്പോൾ പ്ലാറ്റ്ഫോമിൽ വരുന്ന ട്രെയിൻ മുതൽ അവിടെയുള്ള പ്രവർത്തനങ്ങൾ വരെ കൃത്യമായിട്ട് ഏകോപിപ്പിക്കാനുള്ള സൂപ്പർ പവർ അദ്ദേഹത്തിന് അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ഉണ്ട്. സ്റ്റേഷൻ മാസ്റ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ ജനറലി നോക്കുക, ഈ എന്താണ് സ്റ്റേഷൻ മാസ്റ്റർ എന്ന് പറയുന്ന റെസ്പോൺസിബിലിറ്റി? സ്റ്റേഷൻ മാസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ ഓൾ ഇൻ ഓൾ ആണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ആ സ്റ്റേഷൻ മാസ്റ്റർക്ക് അവിടെയുള്ള കംപ്ലീറ്റ് ആയിട്ട് നടക്കുന്ന കാര്യങ്ങൾക്ക് എന്താണ് അദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിലായിരിക്കും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സൂപ്പർവിഷനിലായിരിക്കും കാര്യങ്ങൾ പ്രവർത്തിക്കുക. ഒരു വലിയ സ്റ്റേഷൻ ആണ് എങ്കിൽ അവിടെ ഒരു സ്റ്റേഷൻ മാനേജർ ഉണ്ടാവും. അതിന് അസിസ്റ്റ് ചെയ്യുന്നത് മിക്കവാറും മോസ്റ്റ് പ്രോബബ്ലി ഒരു സ്റ്റേഷൻ മാസ്റ്റർ, ഒരു അസിസ്റ്റൻ്റ് എന്നുള്ള രീതിയിൽ ചില കേസുകളിൽ പ്രവർത്തിക്കാറുണ്ട്. അത്രയേറെ ക്വാളിഫിക്കേഷൻസ് ഉള്ള അല്ലെങ്കിൽ അത്രയേറെ പെക്യുലിയാരിറ്റീസ് ഉള്ള ഒരു പോസ്റ്റാണ് ഇതെന്ന് പറയുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എന്താണ് സ്റ്റേഷൻ മാസ്റ്ററുടെ റെസ്പോൺസിബിലിറ്റി എന്ന് ചോദിക്കുകയാണെങ്കിൽ സേഫ്ലി ഈ പറയുന്ന ട്രെയിനിൻ്റെ റിസപ്ഷനും അതുപോലെ തന്നെ ഡിസ്പാച്ചും അല്ലെങ്കിൽ എന്താണ് അവർ ഇറങ്ങുന്നത് വരെയുള്ള കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതാണ് ഒരു സ്റ്റേഷൻ മാസ്റ്ററുടെ റെസ്പോൺസിബിലിറ്റി. പക്ഷേ പ്ലാറ്റ്ഫോമിൽ കിടക്കുന്ന ട്രെയിനിന് റെസ്പോൺസിബിലിറ്റി ശരിക്കും പറഞ്ഞാൽ പ്ലാറ്റ്ഫോമിലുള്ള ഒരു സ്റ്റേഷൻ മാസ്റ്ററാണ്. ഒരു യാർഡ് ഉണ്ട് എങ്കിൽ അവിടുത്തെ റെസ്പോൺസിബിലിറ്റിയും അദ്ദേഹത്തിന് തന്നെയാണ്. പോരാത്തതിന് മറ്റ് ഈ പറയുന്ന പ്ലാറ്റ്ഫോമിൽ വരുന്ന മറ്റു കാര്യങ്ങളിലെല്ലാം തന്നെ മേൽനോട്ടം വഹിക്കേണ്ടതും അദ്ദേഹം തന്നെയാണ്. അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റേഷൻ്റെ ഏറ്റവും സർവാധികാരി എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് പറ്റുന്ന പോസ്റ്റാണ് സ്റ്റേഷൻ മാസ്റ്റർ. അപ്പോൾ അവരുടെ കാര്യം വരുന്ന സമയത്ത് സേഫ്റ്റി അതോറിറ്റി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ആ ഒരു ജോബ് അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ജോബിൻ്റെ അല്ലെങ്കിൽ ആ പോസ്റ്റിൻ്റെ ഒരു ഏറ്റവും വലിയൊരു പെക്യുലിയാരിറ്റിയാണ്. ഒരു സ്റ്റേഷൻ്റെ ഏറ്റവും വലിയ സേഫ്റ്റി അതോറിറ്റി സ്റ്റേഷൻ മാസ്റ്റർ തന്നെയാണ്. കൃത്യമായിട്ട് അവിടെയുള്ള സേഫ്റ്റി മെഷേഴ്സിൻ്റെ എല്ലാം തന്നെ അല്ലെങ്കിൽ സേഫ്റ്റി കൃത്യമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഒരു ട്രെയിൻ വന്ന് പോയതിന് ശേഷം അറൈവലും ഡിപ്പാർച്ചറിനും ഇടയിലുള്ള ആ ഒരു സേഫ്റ്റി എന്ന് പറയുന്നത് ഒരു അപകടമില്ലാതെ എല്ലാ കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്യുന്നത് സ്റ്റേഷൻ മാസ്റ്ററാണ്. അതുമാത്രമല്ല അതെല്ലാം മേൽനോട്ടം വഹിക്കുന്നതും ഒരു ട്രെയിൻ വന്നു പോകുന്ന പല ട്രെയിനുകളും ക്രാഷ് ആവാനായിട്ട് പാടില്ല. അപ്പോൾ കറക്റ്റായിട്ട് ടൈം ബൗണ്ട് ആയിട്ട് കാര്യങ്ങളെല്ലാം ചെയ്യണം. ഇതെല്ലാം ഒരു ഈ പറയുന്ന പോസ്റ്റിൻ്റെ കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ സ്റ്റേഷന് പുറകിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ ഉണ്ടെങ്കിലും സ്റ്റേഷൻ്റെ ഏറ്റവും വലിയ ഫേസ് എന്ന് പറയുന്നത് നമുക്കൊരു പബ്ലിക് ഫേസ് എന്ന് പറയാൻ സ്റ്റേഷൻ മാസ്റ്റർ എന്ന് പറയുന്ന പോസ്റ്റ് പറ്റും. നമ്മൾ നോക്കുമ്പോൾ ഇതിൻ്റെ കോർ ഡ്യൂട്ടീസിലേക്ക് കടക്കുന്ന സമയത്ത് നമുക്ക് മെയിൻലി 4 പറയാം. ജനറലി ഒന്ന് സിഗ്നൽ ഓപ്പറേഷനാണ് ഫസ്റ്റ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. 2 കോൺഫ്ലിക്റ്റ് ഫ്രീ മൂവ്മെൻ്റ് ഉണ്ട്. 3 ഷണ്ടിങ് സൂപ്പർവിഷൻ എന്ന് പറയുന്നു. 4 പങ്ക്ച്വാലിറ്റി ട്രാക്കിംഗ് എന്ന് പറയുന്നു. ഡീറ്റെയിൽ ആയിട്ട് പറയാം, നമ്മളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതായത് ആദ്യം തന്നെ പറയുന്നത് സിഗ്നൽ ഓപ്പറേഷനാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം. ഒരു ഓർഡിനറി പാസഞ്ചർ വരുന്നു, മറ്റൊരു ഈ പറയുന്ന ഒരു വന്ദേ ഭാരത് ആ സ്റ്റേഷനകത്ത് കിടക്കുന്നുണ്ട് എങ്കിൽ ഓർഡിനറിക്ക് പോകാതെ വന്ദേ ഭാരതിന് ആ സമയത്ത് പ്രയോറിറ്റിക്ക് അനുസരിച്ച് സിഗ്നൽ കീപ്പ് ചെയ്ത് അതിനനുസരിച്ച് അലേർട്ടുകൾ കൊടുത്ത് ഗേറ്റ് കീപ്പിങ്ങിന് മറ്റു കാര്യങ്ങളിലേക്ക് അലേർട്ട് പോകുന്നതും സിഗ്നൽ അതോറിറ്റി എന്ന് പറയുന്നത് സ്റ്റേഷൻ മാത്രമാണ്. അപ്പോൾ ഒരു ട്രെയിൻ ഡിപ്പാർച്ചർ മുതൽ മറ്റൊരു ട്രെയിനിൻ്റെ അറൈവൽ വരെ അല്ലെങ്കിൽ ഒരു ട്രെയിനിൻ്റെ അറൈവൽ മുതൽ മറ്റൊരു ഡിപ്പാർച്ചർ വരെ എല്ലാ കാര്യങ്ങളും സിഗ്നൽ ക്ലിയറൻസ് എല്ലാം തന്നെ പ്രൈം റെസ്പോൺസിബിലിറ്റി ഒരു സ്റ്റേഷൻ മാസ്റ്റർ ആയിരിക്കും. പിന്നീട് അങ്ങോട്ടാണ് സെക്ഷൻ കൺട്രോളർ എന്ന് പറയുന്ന ഒരു പോസ്റ്റിലേക്ക് മറ്റ് റെസ്പോൺസിബിലിറ്റിയിലേക്ക് വരുന്നത്.
അപ്പോൾ പ്രൈമായിട്ട് വരുന്ന സമയത്ത് ഒരു ട്രെയിൻ, എല്ലാ ട്രെയിനിൻ്റെയും ഡിപ്പാർച്ചറും അറൈവലും എന്ന് പറയുന്നത് അത് കൃത്യമായിട്ട് വെരിഫൈ ചെയ്യുന്ന, എല്ലാ കണ്ടീഷൻസും നോക്കി കാര്യങ്ങളെല്ലാം വെച്ച് പരിശോധിക്കേണ്ടത് സ്റ്റേഷൻ മാസ്റ്റർ എന്ന് പറയുന്ന ജോബിൻ്റെ ഒരു ഫീച്ചറാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം രണ്ടാമത് പറഞ്ഞ് നമ്മൾ കോൺഫ്ലിക്റ്റ് ഫ്രീ മൂവ്മെൻ്റ് എന്നാണ്. അതായത് ഒരു ട്രാക്കും എന്ത് ചെയ്യുന്നില്ല. ഇപ്പോൾ നമ്മൾ പറയുകയാണ് കൊച്ചിയിൽ നിന്ന് എറണാകുളത്ത് നിന്ന് ഷൊർണൂരിലേക്ക് പോകുന്ന പാസഞ്ചർ എറണാകുളം സ്റ്റേഷൻ, സൗത്ത് സ്റ്റേഷൻ്റെ 3ാമത്തെ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ ആ സമയത്ത് ഒരിക്കലും എന്ത് വരാനായിട്ട് പാടില്ല, അങ്ങോട്ട് പാലക്കാട് ഭാഗത്തേക്ക് പോകുന്ന അല്ലെങ്കിൽ ബാംഗ്ലൂരിലേക്ക് പോകുന്ന KSR ആ പ്ലാറ്റ്ഫോം 3ലേക്ക് വരാൻ പാടില്ല. അപ്പോൾ അതെന്ത് ചെയ്യണം, ട്രാക്കുകൾ എന്ന് പറയുന്നത് കൃത്യമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് പോകണം. അത് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, ട്രാക്ക് ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ആ സിഗ്നലുകളും കാര്യങ്ങളെല്ലാം പോയി അതിനെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അതിനെല്ലാം കോർഡിനേറ്റ് ചെയ്യേണ്ടത് ഈ പറയുന്ന സ്റ്റേഷൻ മാസ്റ്ററിൻ്റെ റെസ്പോൺസിബിലിറ്റി. അപ്പോൾ ഒരു ക്രാഷ് ഉണ്ടാവാൻ പാടില്ല. ഇപ്പോൾ ഈ സമയത്ത് വരേണ്ട ഇപ്പോൾ ഇന്ത്യൻ റെയിൽവേയിൽ നമ്മൾ പല ട്രെയിനുകളും പല സമയത്തൊക്കെ വരുന്നതായിട്ട് ലേറ്റായിട്ട് വരുന്ന ചരിത്രമൊക്കെ ഉണ്ട്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഇന്നും ലേറ്റ് ആണെന്നൊക്കെ നമ്മളും പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ലേറ്റ് ആണെങ്കിലും ഏർലി ആണെങ്കിലും വരുന്ന സമയത്ത് ഒരു ക്ലാഷ് ഇല്ലാതെ, കോൺഫ്ലിക്റ്റ് ഇല്ലാതെ ട്രാക്കുകൾ കൃത്യമായിട്ട് പോകുന്നത് സ്റ്റേഷൻ മാസ്റ്റർ എന്ന് പറയുന്ന വ്യക്തിയുടെ ഫീച്ചറാണ്, ആ പോസ്റ്റിൻ്റെ ഫീച്ചറാണ്. കഴിഞ്ഞില്ല, നമ്മൾ നേരത്തെ പറഞ്ഞൊരു ഷണ്ടിങ് സൂപ്പർവിഷൻ എന്ന് പറഞ്ഞു. അതായത് നമ്മളിപ്പോൾ ട്രെയിനുകൾ റിവേഴ്സ് എടുക്കുന്ന സമയത്താണെങ്കിൽ, ഇപ്പോൾ യാർഡിൽ കിടക്കുന്ന അല്ലെങ്കിൽ ട്രാക്കിൽ കിടക്കുന്ന ഒരു ട്രെയിൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിടുന്നു. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് എന്തെങ്കിലും അപകടങ്ങളോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതിന്, അല്ലെങ്കിൽ കോച്ചുകൾ ഡിറ്റാച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കോച്ചുകൾ അറ്റാച്ച് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ പ്ലാറ്റ്ഫോംസ് അങ്ങോട്ടും എന്തെങ്കിലും ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് അവിടെയൊക്കെ ക്ലാഷുകളോ മറ്റു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനോ ഇല്ലാതെ ഇരിക്കാൻ, വളരെ സുഗമമായിട്ട് പ്രവർത്തിക്കാനായിട്ട് ആര് ശ്രദ്ധിക്കേണ്ടതുണ്ട്, നമ്മുടെ സ്റ്റേഷൻ മാസ്റ്റർ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അപ്പോൾ മനസ്സിലാക്കി വെക്കുക, നമ്മൾ കേവലം കാണുന്ന ഇതിനേക്കാൾ ഉപരി ഒരു പവറുള്ള, അധികാരമുള്ള ഒരു പോസ്റ്റാണ് നമ്മൾ ഈ പറയുന്നത്. കാരണം ഒരു സ്റ്റേഷനകത്ത് ഏത് ട്രാക്കിനകത്ത് കോച്ച് ഡിറ്റാച്ച് ചെയ്യുന്ന സമയത്താണെങ്കിലും റിവേഴ്സ് എടുത്തിട്ട് മാറ്റിയിടലും മറ്റു കാര്യങ്ങളെല്ലാം തന്നെ സുഗമമായിട്ട് പ്രവർത്തിക്കാനുള്ള, അതിന് നേതൃത്വം നൽകാൻ അല്ലെങ്കിൽ അതിന് ചെയ്യാനുള്ള അധികാരം ആർക്കുണ്ട്, സ്റ്റേഷൻ മാസ്റ്റർക്ക് ഉണ്ട്. കഴിഞ്ഞില്ല, ഏറ്റവും പറയുന്നതിൽ പങ്ക്ച്വാലിറ്റി ട്രാക്കിംഗ് എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഫീച്ചറുണ്ട്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ട്രെയിൻ വരുന്ന സമയം അത് നേരത്തെ ആണെങ്കിലും അത് സമയത്താണെങ്കിലും അല്ല, ഇനി അത് ലേറ്റ് ആയിട്ടാണെങ്കിലും, അറൈവൽ ആയിക്കോട്ടെ ഡിപ്പാർച്ചർ ആയിക്കോട്ടെ, അത് പങ്ക്ച്വാലിറ്റി എന്ന് പറയുന്നത് വരുന്ന സമയത്തിനനുസരിച്ച് മാക്സിമം പ്രയോറിറ്റൈസ് ചെയ്ത് സിഗ്നൽ ട്രാക്ക് ചെയ്ത് കൃത്യമായിട്ട് പോവുക. അപ്പോൾ ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നത് ആരാണ്, സ്റ്റേഷൻ മാസ്റ്റേഴ്സാണ്. ഇപ്പോൾ തൃശ്ശൂർ സ്റ്റേഷനിലുള്ള ഒരു ട്രെയിൻ വരുന്നു. ഇപ്പോൾ മംഗള ലക്ഷദ്വീപ് യാത്ര വരികയാണ്. അപ്പോൾ അത് 10 മിനിറ്റ് ലേറ്റാണ്. അവിടെ നിൽക്കുന്ന മറ്റൊരു ട്രെയിനുണ്ട്, അത് ഓൺ ടൈമാണ്, വേണമെങ്കിൽ പ്രയോറിറ്റിക്ക് അനുസരിച്ച് ഈ ട്രെയിൻ പെട്ടെന്ന് കയറിപ്പോട്ടെ. അങ്ങനെയുള്ള തീരുമാനങ്ങളും കാര്യങ്ങളൊക്കെ പങ്ക്ച്വാലിറ്റി ട്രാക്കിംഗ് ഒക്കെ ഈ സ്റ്റേഷൻ മാസ്റ്ററുടെ കീഴിലേക്ക് വരാറുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു സ്റ്റേഷൻ പ്രവർത്തിക്കുന്നതിൽ, ട്രെയിനുകളുടെ വരവ് മാത്രമല്ല, ഒരു സ്റ്റേഷൻ പ്രവർത്തിക്കുന്നതിലും യാർഡിലും മറ്റു കാര്യങ്ങൾക്കൊക്കെ മേൽനോട്ടം സ്റ്റേഷൻ മാസ്റ്ററുടേതായിട്ട് ഉണ്ട്. അപ്പോൾ ഒരു ചെറിയ ജോലിയല്ല എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞത് വെറുതെയല്ല. ഇനി അഡ്മിനിസ്ട്രേഷനിലേക്ക് കടന്നാൽ, കോർ ഡയറക്ഷനാണ് നമ്മൾ, ഇത്രയും ഡ്യൂട്ടീസാണ് നമ്മൾ നോക്കിയത്. അഡ്മിനിസ്ട്രേറ്റീവ് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ 4 നമുക്ക് വേണമെങ്കിൽ പറയാനായിട്ട് പറ്റും. ഒരു അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള മേൽനോട്ടം, ഈ ഭരണത്തിൻ്റെ ഈ സംവിധാനത്തിൻ്റെ കൃത്യമായിട്ടുള്ള മേൽനോട്ടം എന്ന് പറയുന്നതിൽ ഈ പറയുന്ന സ്റ്റേഷൻ മാസ്റ്റർക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അതിൽ പ്രധാനമായിട്ടും വരുന്നതാണ് സ്റ്റാഫ് സൂപ്പർവൈഷൻ എന്ന് പറയുന്നത്. സ്റ്റാഫ് സൂപ്പർവിഷൻ മാത്രമല്ല, സ്റ്റാഫ് മീറ്റിംഗ് ഉണ്ട്, ഇൻസ്പെക്ഷൻസ് ഉണ്ടാവും, റെക്കോർഡ്സും രജിസ്റ്റേഴ്സും കീപ്പ് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് സ്റ്റാഫ് സൂപ്പർവിഷൻ എന്ന് പറയുന്നത് എല്ലാ സ്റ്റാഫുകളും കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ, കൃത്യമായിട്ട് ടൈമിൽ വരുന്നുണ്ടോ, അവർ യൂണിഫോമിലുണ്ടോ, ഓക്കെ. അപ്പോൾ അതിലിപ്പോൾ RPF മുതൽ ബാക്കിയുള്ള എല്ലാ സ്റ്റാഫും, ഒരു സ്റ്റേഷനകത്ത് വരുന്ന എല്ലാ ആളുകളുടെയും കോർഡിനേഷനും സൂപ്പർവിഷനും സ്റ്റേഷൻ മാസ്റ്റർ ചില കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ചില സ്ഥലങ്ങളിൽ സ്റ്റേഷൻ മാനേജർ ഉണ്ടാവാറുണ്ട്. പക്ഷേ ചെറിയ സ്റ്റേഷൻസ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ജംഗ്ഷൻ അല്ലാത്ത സ്റ്റേഷൻസ് ഒക്കെ ആണെങ്കിൽ അവിടെയൊക്കെ ഈ പറയുന്ന മോസ്റ്റ് പ്രോബബ്ലി സ്റ്റേഷൻ മാസ്റ്റർ തന്നെയായിരിക്കും ഈ പറയുന്ന റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ അത് ചെയ്യാറുള്ളത്. അപ്പോൾ അതിനും അത്രയും സുപ്പീരിയർ ഓഫീസർ ആയതുകൊണ്ട് ആ ഒരു അധികാരം ആർക്കുണ്ട്, സ്റ്റേഷൻ മാസ്റ്റർക്ക് ഉണ്ട്. ഇത് പലർക്കും അറിയാതെ പോകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ കൃത്യമായിട്ട് സമയത്ത് വരുന്നുണ്ടോ, അതോ ഈ പറയുന്ന യൂണിഫോം ധരിച്ച് കൃത്യമായിട്ടുള്ള പ്രോപ്പർ ആയിട്ടാണോ, അല്ല കാര്യങ്ങളെല്ലാം പ്രവർത്തിക്കുന്നത് കൃത്യമായിട്ടുള്ള പ്രോട്ടോക്കോൾ പ്രകാരമാണോ എന്നൊക്കെ പരിശോധിക്കാനുള്ള അധികാരം നമ്മുടെ സ്റ്റേഷൻ മാസ്റ്റർക്കുണ്ട്. ഇനി രണ്ടാമത് പറഞ്ഞൊരു കാര്യം സേഫ്റ്റി മീറ്റിംഗ്സ് ആണ്. ഓക്കെ, ഇടയിലൊക്കെ പ്രധാനമായിട്ടും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ
ഈ സ്റ്റേഷൻ നടത്തിപ്പുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സമയത്ത് ചില മീറ്റിംഗ്സും കാര്യങ്ങളൊക്കെ വെക്കേണ്ടി വരും. അതായത് മന്ത്ലി സേഫ്റ്റി മീറ്റിംഗ്സ് ഒക്കെ ഉണ്ട്. പല കാര്യങ്ങളും സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സമയത്ത് അതിൻ്റെ സേഫ്റ്റിയും അതിൻ്റെ പ്രിക്കോഷൻസും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ടുള്ള അവയർനെസ് മീറ്റിംഗ്സും മറ്റു കാര്യങ്ങളൊക്കെ ഹോൾഡ് ചെയ്യാനൊക്കെ വേണ്ടി വരും. അതെല്ലാം കോർഡിനേറ്റ് ചെയ്യാനും അതിന് ഈ പറയുന്ന നിർദ്ദേശങ്ങൾ നൽകാനും മുന്നോട്ട് വയ്ക്കാനൊക്കെയുള്ള അധികാരം ആർക്കുണ്ട്? നമ്മുടെ സേഫ്റ്റി മീറ്റിംഗ്സിന് സ്റ്റേഷൻ മാസ്റ്റർക്ക് ഉണ്ട്. അപ്പോൾ സേഫ്റ്റി വർക്കിംഗ്, അപ്പോൾ അത് കൃത്യമായിട്ട് അലേർട്ടും മറ്റു കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ ഡിവിഷണൽ ഹെഡ് ക്വാർട്ടേഴ്സിൽ നിന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സ്റ്റേഷൻ മാസ്റ്റർ ആയിരിക്കും ബാക്കിയുള്ള ആളുകൾക്കൊക്കെ കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ മേൽനോട്ടം വഹിക്കുക. അപ്പോൾ ഈ പറയുന്ന സ്റ്റാഫ് കോർഡിനേഷനോടൊപ്പം തന്നെ ഈ പറയുന്ന സേഫ്റ്റി മീറ്റിംഗ്സ് എന്ന് പറയുന്നത് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം. മൂന്നാമത്തെ ഒരു കാര്യമാണ് സർപ്രൈസ് ആയിട്ടുള്ള ഇൻസ്പെക്ഷൻസ് എന്ന് പറയുന്നത്. സാധാരണ നമ്മൾ സിനിമയിലൊക്കെ കാണുന്നത് പോലെ തന്നെയാണ് ഇവിടെയും എന്താണ് സർപ്രൈസ് ആയിട്ട് നമുക്ക് ഇൻസ്പെക്ഷൻസ് ഒക്കെ പ്രവർത്തിക്കാനായിട്ട് പറ്റും. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ലെവൽ ക്രോസുകൾ വരുന്ന സമയത്ത് ഗേറ്റ് കീപ്പിംഗ് കറക്റ്റായിട്ടാണോ അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നുണ്ടോ അത് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യാനുള്ള അധികാരമൊക്കെ ഈ പറയുന്ന പോസ്റ്റിനുണ്ട്. അപ്പോൾ നമ്മൾ കാണുന്നത് പോലെയല്ല ഇങ്ങനെയുള്ള പ്രധാനമായിട്ടും നമ്മൾ നൈറ്റ് ഇൻസ്പെക്ഷനും അതുപോലെ തന്നെ ഗേറ്റ് ക്രോസ് ചെയ്യുന്ന സമയത്തൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അത് ചെക്ക് ചെയ്യാനാണെങ്കിലും മോണിറ്ററിങ് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നതിനൊക്കെയുള്ള അത് പരിശോധിക്കാനുള്ള അധികാരമൊക്കെ ആർക്കുണ്ട്? നമ്മളുടെ സ്റ്റേഷൻ മാസ്റ്റർക്കുണ്ട്. തീർന്നില്ല. ഏറ്റവും നമ്മൾ അവസാനമായിട്ട് പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം റെക്കോർഡ്സ് ആൻഡ് രജിസ്റ്റേഴ്സ്. നമ്മൾ കൃത്യമായിട്ട് ഈ സമയത്ത് അവർ വരുന്നു, ഈ അറൈവൽ കൃത്യമായിട്ട് പോകുന്നു, ഡിപ്പാർച്ചർ ഈ സമയത്ത്, അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സകല കാര്യങ്ങളും റെക്കോർഡിക്കലാക്കേണ്ട എല്ലാ കാര്യങ്ങളുടെയും ഈ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്, അധികാരം എന്ന് പറയുന്നത് ഒരു സ്റ്റേഷൻ മാസ്റ്റർക്കാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, ഓഫീസ് റെക്കോർഡ്സ് ആണെങ്കിലും മറ്റ് റൂൾ ബുക്സുകളാണെങ്കിലും കാര്യങ്ങളൊക്കെ ഒരു സ്റ്റേഷനകത്ത് ഹാൻഡിൽ ചെയ്യാനുള്ള അധികാരം എന്ന് പറയുന്നത് സ്റ്റേഷൻ മാസ്റ്ററാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, വെറുതെ നമ്മളിങ്ങനെ വൈറ്റ് ആൻഡ് വൈറ്റ് ഇട്ട് നിൽക്കുന്നത് പോലെയല്ല, അതിൻ്റേതായിട്ടുള്ള പവറുള്ള ഒരു ജോലി തന്നെയാണ് ഒരു ഗ്രാജുവേറ്റ് ഹോൾഡർക്ക് പറ്റുന്നത് സ്റ്റേഷൻ മാസ്റ്ററിലൂടെ. ഇതാണ് അഡ്മിനിസ്ട്രേറ്റീവ് സൈഡിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത്. ഇനി നമ്മൾ പാസഞ്ചർ ഫേസിംഗ് ഡീറ്റെയിൽസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെയുമുണ്ട് കാര്യങ്ങൾ. അതായത് പാസഞ്ചർ സേഫ്റ്റി എന്ന് പറയുന്നത് ഒരു സ്റ്റേഷനകത്തുള്ള പാസഞ്ചർ സേഫ്റ്റി എന്ന് പറയാൻ അതുമായിട്ട് ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാനും അതിൻ്റെ മേൽനോട്ടം വഹിക്കാനും അതിനുവേണ്ട ഗൈഡ് ലൈൻസ് നൽകാനുമുള്ള അധികാരം എന്ന് പറയുന്നത് സ്റ്റേഷൻ മാസ്റ്റർക്കാണ് പാസഞ്ചർ സേഫ്റ്റിക്കുള്ള അധികാരമെന്ന്. അപ്പം ഒരു പ്ലാറ്റ്ഫോമിൽ ക്രൗഡിങ് വരുന്ന സമയത്ത് RPF നിർദ്ദേശം നൽകി അവിടെ കാര്യമായിട്ട് അതൊന്ന് സൂപ്പർവൈസ് ചെയ്യണം എന്നുള്ള രീതിയിൽ നിർദ്ദേശങ്ങൾ നൽകാം. അതുമാത്രമല്ല നമ്മൾ തിരക്കുള്ള സമയത്ത് സീസണിലൊക്കെ ഉള്ള സമയത്ത് കാര്യങ്ങൾക്കൊക്കെ കോർഡിനേറ്റ് ചെയ്യാൻ വേണമെങ്കിൽ എന്താണ് അധികം സ്റ്റാഫും മറ്റു കാര്യങ്ങളൊക്കെ തന്നെ നിർദ്ദേശിച്ചുകൊണ്ട് പ്രവർത്തിക്കാനായിട്ട് പറ്റും. അപ്പോൾ പാസഞ്ചർ സേഫ്റ്റി അറ്റ്മോസ്റ്റ് എല്ലാത്തിനും ഇമ്പോർട്ടൻസ് കൊടുത്ത് അതിനനുസരിച്ച് തൻ്റെ ക്രൂവിനെ ഈ പറയുന്ന എന്താണ് അഡ്ജസ്റ്റ് ചെയ്യാനും സേഫ്റ്റി കൊടുക്കാനും ഈ പറയുന്ന പ്ലാറ്റ്ഫോം മോണിറ്റർ ചെയ്യാനൊക്കെയുള്ള അധികാരം നമ്മുടെ സ്റ്റേഷൻ മാസ്റ്റർക്കുണ്ട്. മാത്രമല്ല കൊമേഴ്ഷ്യൽ ഡ്യൂട്ടീസ് ഉണ്ട്. അതായത് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചില ചെറിയ സ്റ്റേഷനുകളുണ്ട്, അതിപ്പോൾ അധികം ആരും പ്രവർത്തിക്കാത്ത സ്റ്റേഷൻ. അപ്പോൾ അവിടെ വേണമെങ്കിൽ ആ സമയത്ത് വേണമെങ്കിൽ ടിക്കറ്റ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഗുഡ്സ് വരുന്നതുമായിട്ട് ബന്ധപ്പെട്ട് രജിസ്റ്റർ കീപ്പ് ചെയ്യുന്ന അത്തരത്തിലുള്ള റെസ്പോൺസിബിലിറ്റീസും നമ്മൾ അതുപോലെ തന്നെ അധികാരങ്ങളും ആർക്കുണ്ട്? സ്റ്റേഷൻ മാസ്റ്റർക്ക് ഉണ്ട്. ചെറിയ സ്റ്റേഷൻ, വലിയ സ്റ്റേഷനിലല്ല, ചെറിയ സ്റ്റേഷൻ. കാരണം അതും സ്റ്റേഷൻ മാസ്റ്റർ എന്നുള്ള രീതിയിലേക്ക് വരുന്ന കാര്യങ്ങളാണ്. ഇനി സ്റ്റേഷൻ അപ്കീപ്പ് എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ സ്റ്റേഷൻ എന്ന് പറയുന്നത് സ്റ്റേഷനും മറ്റു കാര്യങ്ങളൊക്കെ വളരെ ക്ലീൻ ആൻഡ് നീറ്റ് ആൻഡ് ഡിസിപ്ലിൻ ആയിട്ട് പോകുന്നുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള അധികാരം ആർക്കുണ്ട്? സ്റ്റേഷൻ മാസ്റ്റർക്കുണ്ട്. നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ അത് പാസഞ്ചർ എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റേഷൻ മാസ്റ്ററിലൂടെ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പാസഞ്ചർ ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നീറ്റ് ആൻഡ് ക്ലെൻലിനെസ് അല്ലെങ്കിൽ അമ്യൂണിറ്റീസുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ അത് എന്താ പറയുക, അത് നിർദ്ദേശങ്ങൾ നൽകി അത് ക്രാക്ക് ചെയ്യാൻ അല്ലെങ്കിൽ അത് ഫുൾഫിൽ ചെയ്യാനുള്ള നിർദ്ദേശം നൽകാൻ സ്റ്റേഷൻ മാസ്റ്റർക്ക് അധികാരമുണ്ട്. അത് പ്രവർത്തിക്കുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും മറ്റെന്തോ ആയിക്കോട്ടെ അത് നിർദ്ദേശം നൽകാൻ സ്റ്റേഷൻ മാസ്റ്റർക്ക് അധികാരമുണ്ട്. അപ്പോൾ പാസഞ്ചേഴ്സിന് നമുക്കൊരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ, സ്റ്റേഷനിലെത്തി കംഫർട്ട് പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് സ്റ്റേഷൻ മാസ്റ്റർ നമ്മൾ വിവരം അറിയിച്ചു കഴിഞ്ഞാൽ അത് ആ സ്റ്റേഷൻ്റെ ക്ലെൻലിനെസ്സിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ അവിടുത്തെ അമ്യൂണിറ്റീസിനെ സംബന്ധിച്ചിടത്തോളം മറ്റെന്തെങ്കിലും ആണെങ്കിൽ അതിന് നിർദ്ദേശം നൽകി അത് റീപ്ലേസ് ചെയ്യാനും മറ്റു കാര്യങ്ങൾക്ക് നിർദ്ദേശം നൽകാൻ നമ്മുടെ സ്റ്റേഷൻ മാസ്റ്റർക്കുണ്ട്. ഇനി ഏറ്റവും അവസാനം പറയുകയാണെങ്കിൽ കൺട്രോൾ റൂം ലൈസൺ ആണ്. അതായത് പറയുന്നത് ഇത്ര മാത്രം. ജനറലി ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. ജനറലി നമ്മൾ സ്റ്റേഷനിൽ ചെറിയ സ്റ്റേഷനാണെങ്കിലും വലിയ സ്റ്റേഷനിലാണെങ്കിലും ടെലിഫോൺ ഡ്യൂട്ടി എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ പല സ്റ്റേഷനുകൾ തമ്മിൽ ബന്ധപ്പെടുന്നുണ്ടാവും, മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതെല്ലാം കോർഡിനേറ്റ് ചെയ്യാനും അതിന് നേതൃത്വം നൽകാനും ശരിക്കും പറഞ്ഞാൽ സ്റ്റേഷൻ മാസ്റ്റർ പല സ്റ്റേഷനുകളും പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അപ്പോൾ പാസഞ്ചർ സേഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ പെട്ടെന്ന് കൊണ്ടുപോകുന്നത് പഴയൊരു സിനിമയിലേക്കാണ്. നമ്മൾ ട്രെയിൻ മിസ്സായി, അപ്പോൾ നമ്മൾ ട്രെയിൻ എവിടെയാണുള്ളത്, അപ്പോൾ അടുത്തത് പെട്ടെന്ന് ടെലിഫോൺ കണക്ട് ചെയ്യുന്നു. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ, അത് മാത്രമല്ല മറ്റ് പല കാര്യങ്ങളും നമ്മൾ കൺട്രോൾ ചെയ്യാനും അതിന് കോർഡിനേറ്റ് ചെയ്യാനുള്ള അധികാരം പാസഞ്ചറെ സംബന്ധിച്ചിടത്തോളം വരുന്ന കാര്യങ്ങളൊക്കെ സ്റ്റേഷൻ മാസ്റ്റർ ത്രൂ ചെയ്യാനുള്ള. അപ്പോൾ ഇത്രയും അധികാരങ്ങൾ എന്ന് പറയുന്നത് ഒരു
കൊടി കാണിക്കുന്നതിനപ്പുറത്തേക്കുള്ളതാണ് എന്നുള്ളത് കൂട്ടുകാരൊന്ന് ഉദ്യോഗാർത്ഥികൾ മനസ്സിലാക്കുക. അപ്പോൾ ചെറിയ കാര്യമല്ല ഒരു സ്റ്റേഷൻ മാസ്റ്റർ ആവുക എന്നുള്ളത് മനസ്സിലാവുക. ഇനി നമ്മളിതിൻ്റെ റിക്രൂട്ട്മെൻറ്റും എലിജിബിലിറ്റിയെ പറ്റിയാണ് പറയുന്നത്. റിക്രൂട്ട്മെൻറ്റ് എലിജിബിലിറ്റി പറയുമ്പോൾ റിക്രൂട്ടിംഗ് ഏജൻസി ആര് തന്നെയാണ്? റെയിൽവേ ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ തൊഴിൽ ദാതാക്കളായിട്ടുള്ള ഇന്ത്യൻ റെയിൽവേ തന്നെയാണ് ഇതിൻ്റെ റിക്രൂട്ട്മെൻറ്റ്. ഡിഗ്രിയാണ്, എനി ഡിഗ്രിയാണ് ഇതിൻ്റെ ഒരു മിനിമം ക്വാളിഫിക്കേഷൻ. അല്ലാതെ ബിടെക്കോ BSc ഉള്ളവർക്ക് മാത്രമുള്ളതല്ല, എനി ഡിഗ്രി ഉള്ള ആളുകൾക്ക് 18 വയസ്സിനും 33 വയസ്സിനും ഇടയിലുള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല പോസ്റ്റാണ് ഈ പറയുന്ന സ്റ്റേഷൻ മാസ്റ്റർ എന്ന് പറയുന്നത്. ഏജ് റിലാക്സേഷൻസ് സെപ്പറേറ്റ് ഉണ്ട്. OBC ആണെങ്കിൽ 3 വർഷവും അതുപോലെ തന്നെ SC ST ഒക്കെ ആണെങ്കിൽ 5 വർഷം വരെ റിലാക്സേഷൻസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. എക്സ് സർവീസ് മെൻ ആണെങ്കിൽ അവർക്കും അതിനനുസരിച്ചുള്ള റിലാക്സേഷൻസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. പിന്നെ ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിലെ മെഡിക്കൽ സ്റ്റാൻഡേർഡാണ്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ വിത്ത് ഓർ വിത്തൗട്ട് ഗ്ലാസസ് അതിന് വളരെ രീതിയിലുള്ള വിഷൻ കാര്യങ്ങളും അതുപോലെ തന്നെ മറ്റ് ഫിസിക്കലി ഫിറ്റ് ആയിരിക്കുന്ന ആളുകൾക്ക് മാത്രമാണ് സ്റ്റേഷൻ മാസ്റ്റർ എന്ന് പറയുന്ന ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുക. അതെല്ലാം പിന്നീടാണ്. തൽക്കാലം ഒരു കാര്യം മനസ്സിലാക്കുക നമ്മൾ, പക്ഷേ ഏറ്റവും പ്രധാനമാണ് നമ്മൾ ഫിസിക്കലി ഫിറ്റ് ആവണം, വിഷൻ ഹിയറിംഗ് എല്ലാം കറക്റ്റ് ആയിരിക്കണം എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇത്രയും സ്റ്റാൻഡേർഡുകളുള്ള ആളുകൾക്ക് മാത്രമേ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെയുള്ള ഈ സ്റ്റേഷൻ മാസ്റ്ററിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുകയാണെങ്കിൽ മെയിൻലി നമ്മൾ 4 സ്റ്റെപ്സ് ആണ് വരുന്നത്. ഒരു CBT 1 ഉണ്ടാവും, കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആദ്യത്തെ ഒരു സ്റ്റേജ് ഉണ്ടാവും. അത് കംപ്ലീറ്റ് ചെയ്ത് ചെയ്യുന്ന ഒരു സ്ക്രീനിങ് സ്റ്റേജ് എന്നുള്ള രീതിയിൽ ക്വാളിഫയിങ് നേച്ചറാണ്. അത് കടന്നു പോകുന്ന ഒരാൾക്ക് നേരിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ സെക്കൻഡ് സ്റ്റേജ് എക്സാമിലേക്ക് പോകാൻ പറ്റും. ദിസ് ഈസ് ദ മോസ്റ്റ് ഡിസിസീവ് ഫാക്ടർ. സെക്കൻഡ് സ്റ്റേജ് എക്സാം ആയിരിക്കും നമ്മളുടെ റാങ്കും നമ്മളുടെ ജോലിയും തീരുമാനിക്കുക. ഫസ്റ്റ് സ്റ്റേജ് ക്വാളിഫയിങ് ആയിരിക്കും. ഈ പറയുന്ന ഗുഡ്സ് ഗാർഡ് മറ്റ് ഡിഗ്രി ലെവൽ എക്സാംസിനെല്ലാം കൂടി തന്നെ കോമൺ ആയിട്ടൊരു എക്സാം ആയിരിക്കും. ഇത് ക്വാളിഫൈ ചെയ്ത് പോകുന്ന ഒരാൾക്ക് നേരിട്ട് സെക്കൻഡ് സ്റ്റേജിലേക്ക് കടക്കാനായിട്ട് പറ്റും. സെക്കൻഡ് സ്റ്റേജിൽ എത്തുന്ന ഒരാൾക്ക് അവിടെ നിന്നാണ് നമ്മുടെ മാർക്കും കാര്യങ്ങളും തീരുമാനിച്ചിട്ടാണ് നമ്മുടെ ജോലി പോകുന്നത്. CBT 2 ക്വാളിഫൈ ചെയ്ത് പോകുന്ന ഒരാൾക്ക് നേരിട്ട് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ട്, അഥവാ സൈക്കോമെട്രി ടെസ്റ്റുകളുണ്ട്. ഓക്കെ, 10ഓളം വരുന്ന ടെസ്റ്റുകളുണ്ട്. ആ ടെസ്റ്റുകൾ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനും മെഡിക്കലുമാണുള്ളത്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ 4 സ്റ്റെപ്പ് പ്രോസസ്സാണ് സ്റ്റേഷൻ മാസ്റ്ററിൻ്റെ സെലക്ഷൻ പ്രോസസ്സിനകത്ത് വരുന്നത്. ഫസ്റ്റ് സ്റ്റേജ് ഒരു ക്വാളിഫയിങ് എക്സാം ആണെങ്കിൽ സെക്കൻഡ് സ്റ്റേജാണ് നമ്മളുടെ റാങ്കും മറ്റു കാര്യങ്ങളും തീരുമാനിക്കുന്നതെങ്കിൽ അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് സൈക്കോമെട്രി ടെസ്റ്റും അതിനുശേഷം ഏറ്റവും ഒടുവിൽ വരുന്നത് നമ്മളുടെ ഈ പറയുന്ന ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനും മെഡിക്കൽ എക്സാമിനേഷനുമാണ്. ഈ 4 പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കൈകളിലേക്ക് എന്ത് വരികയാണ്? നമ്മുടെ കൈകളിലേക്ക് അപ്പോയിൻമെൻറ്റ് ഓർഡർ വരികയാണ്. ഇനി ഈ ജോലിയുടെ ഇത്രയും പ്രധാനപ്പെട്ട ഒട്ടനേകം ഫീച്ചേഴ്സ് ഉള്ള ഈ ജോലിയുടെ ഡിമാൻഡ്സിനെ പറ്റി പറയുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഒരു ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് ചലഞ്ചിങ് ആയിട്ട് എടുക്കാൻ പറ്റുന്ന ആളുകൾക്ക് ഒരു ഡിസിഷൻ മേക്കിംഗ് ഉള്ളൊരു സൂപ്പർ പവറാണ് ശരിക്കും പറഞ്ഞാൽ ഒരു റെയിൽവേ സംബന്ധിച്ചിടത്തോളം സ്റ്റേഷൻ മാസ്റ്റർ എന്ന് പറയുന്നത്. ഇന്ന സമയത്ത് ഒരു ട്രെയിൻ വരുന്നു, അപ്പോൾ അതിന് പ്രയോറിറ്റി കൊടുക്കുന്നു, അപ്പോൾ അതിന് കോർഡിനേറ്റ് ചെയ്യുന്നു. അങ്ങനെ ഒരു ഡിസിഷൻ മേക്കിംഗ് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ഇതിനകത്തുണ്ട്. ഓക്കെ, അതൊരു പോസിറ്റീവായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. രണ്ടാമെന്ന് പറയുന്നത് ഒരു ക്രൈസിസ് മാനേജ്മെൻ്റ് ആണ്. അത് തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെയുള്ളൊരു ക്വാളിറ്റി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. പിന്നെ മറ്റു കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുക, പിന്നെ അതുപോലെ തന്നെ എന്താണ് ഷിഫ്റ്റുകളും കാര്യങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്യുക. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു സ്റ്റേഷൻ മാസ്റ്ററെ സംബന്ധിച്ചിടത്തോളം വരുന്ന ബേസിക് ഡിമാൻഡ്സ് ആണ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ് കൂട്ടുകാരെ, നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കുന്നത് അതിൻ്റെ പേ ആൻഡ് ബെനിഫിറ്റ്സിനെ. ഇതിനെ നേരത്തെ പറഞ്ഞൊരു കാര്യത്തിൻ്റെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ മനസ്സിലാകുന്നതിന് വേണ്ടി ഞാനൊന്ന് കൊടുത്തതേ ഉള്ളൂ, ജനറലി മനസ്സിലാക്കുക. ഇനി ഇതിൻ്റെ ഒരു പേയും ബെനിഫിറ്റ്സിനെ പറ്റിയാണ് നമ്മൾ ഒന്ന് പറയുന്നത്. അതായത് പേ ലെവൽ 6 എന്ന് പറയുന്നത് NTPC എന്ന് പറയുന്ന നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറി എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ എക്സാമിൽ ഗ്രാജുവേഷൻ ലെവലിൽ ഏറ്റവും കൂടുതൽ ശമ്പളം ലഭിക്കുന്ന ഗ്രേഡ് B എന്ന് പറയുന്ന ഒരു പോസ്റ്റിലേക്ക് കീഴിൽ വരുന്ന ഒരു പോസ്റ്റാണ് ശരിക്കും പറഞ്ഞാൽ സ്റ്റേഷൻ മാസ്റ്റർ എന്ന് പറയുന്നത്. ബേസിക് പേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 35,400 ആണ്. 35,400 രൂപയാണ് ഇവിടുത്തെ ബേസിക് സാലറി എന്ന് പറയുന്നത്. മറ്റ് അലവൻസസ് ഒരുപാടുണ്ട്. അതെല്ലാം കൂടി കയ്യിൽ വെട്ടുന്ന സമയത്ത് ഒരു സിറ്റിയിലേക്കുള്ള ഒരു സ്റ്റേഷനാണെന്നുണ്ടെങ്കിൽ ഏകദേശം 50,000 മുകളിൽ സാലറി കൈകളിലേക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. ഓക്കെ, മറ്റല്ലെങ്കിൽ ഒരു 45,000 മുകളിൽ 55,000 ഇടയിലുള്ളൊരു സാലറി എന്തായാലും നമുക്ക് ഷുവറായിട്ടും നമുക്ക് ഈ സ്റ്റേഷൻ മാസ്റ്റർ എന്ന് പറയുന്നൊരു പോസ്റ്റിലൂടെ വരും. ഇതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ബെനിഫിറ്റ്സ് മറ്റ് അലവൻസസ് ആണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ബെനിഫിറ്റ്സ് ഒരുപാട് ബെനിഫിറ്റ്സ് ആണ്. നമ്മൾ നോക്കുമ്പോൾ ഡിയർനെസ് അലവൻസ് ഉണ്ട്, നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് ഡിയർനെസ് അലവൻസ് ഉണ്ട്. ഇപ്പോൾ ക്വാർട്ടേഴ്സ് പ്രൊവൈഡ് ചെയ്യാറുണ്ട് പല കേസിലും. ക്വാർട്ടേഴ്സ് ഇല്ല എങ്കിൽ ഹൗസ് റെൻ്റ് അലവൻസ് കൊടുക്കാറുണ്ട്. ഇനി നമ്മൾ ഇന്ത്യയിൽ എങ്ങോട്ട് വേണമെങ്കിലും യാത്ര ചെയ്യണം, നമുക്കും കുടുംബത്തിനും എന്ത് ചെയ്യാറുണ്ട്? ട്രാവൽ അലവൻസ് സൂപ്പർ കോച്ചിൽ AC കോച്ചിലൊക്കെ കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ നൈറ്റ് ഡ്യൂട്ടിക്ക് സ്പെഷ്യൽ അലവൻസുകൾ നമ്മൾക്ക് സ്റ്റേഷൻ മാസ്റ്ററിൻ്റെ ഭാഗമായിട്ട് കിട്ടാറുണ്ട്.
പിന്നെ അതുപോലെ തന്നെ ഇന്ത്യൻ ട്രെയിനിൽ എവിടെ വേണമെങ്കിലും പോകാനുള്ള ഫ്രീ ആയിട്ടുള്ള യാത്ര അനുവദിക്കാറുണ്ട്. നമുക്ക് മാത്രമല്ല നമ്മുടെ ഫാമിലിക്കും പോകാനായിട്ട് പറ്റും. അത് മാത്രമല്ല മെഡിക്കൽ ബെനിഫിറ്റ്സ് ആണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഓക്കെ, നമ്മൾ റെയിൽവേൻ്റെ ഹോസ്പിറ്റൽസിൽ റീഇംബേഴ്സ്മെൻറ്റ് പോലെയുള്ള കാര്യങ്ങളുണ്ട്. റെയിൽവേ ഹോസ്പിറ്റൽസിലാണെങ്കിൽ ചെക്കിംഗ് ഫ്രീ ആണ്. മറ്റ് ഹോസ്പിറ്റൽസിലാണെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് കീഴിലുള്ള വരുന്ന മറ്റ് ഹോസ്പിറ്റൽസിലൊക്കെയാണ്, എയിംസിലൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ചുള്ള ബെനിഫിറ്റ്സ് ഇവിടെ ഉണ്ട്. നമുക്കും നമ്മുടെ ആശ്രിതർക്കും അതുകൊണ്ട് പെൻഷൻ ബെനിഫിറ്റ്സ് ഉണ്ട്. റിട്ടയർമെൻറ്റ് സ്കീംസും മറ്റ് കാര്യങ്ങളൊക്കെ ഗവൺമെൻറ് സ്കീംസിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ OT ഉണ്ടെങ്കിൽ OT ഉണ്ട്. ഓക്കെ, ഇൻഷുറൻസ് ബെനിഫിറ്റ്സ് ഉണ്ട്. ഇതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട റെയിൽവേ എല്ലാ സ്ഥലത്തും സ്കൂളുകളില്ല, പക്ഷേ സ്കൂളുകളുണ്ടെങ്കിൽ റെയിൽവേ സ്കൂളുകളിൽ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്, മക്കൾക്ക് വിദ്യാഭ്യാസം എന്ന് പറയുന്നതും ഒരു പ്രധാനപ്പെട്ട ഒരു ഫീച്ചറാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വരുന്ന ഏറ്റവും നല്ല ഒരു പ്രീമിയം പോസ്റ്റ് തന്നെയാണ് നമ്മളുടെ സ്റ്റേഷൻ മാസ്റ്റർ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഒരു കരിയർ പ്രോഗ്രഷൻ കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. കരിയർ പ്രോഗ്രഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല. സ്റ്റേഷൻ മാസ്റ്റർ എന്ന് പറയുന്നത് അസിസ്റ്റൻറ്റ് സ്റ്റേഷൻ മാസ്റ്ററായി, അതിനുശേഷം വരുന്ന സ്റ്റേഷൻ മാസ്റ്ററായി, അതിനുശേഷം ജോലിക്ക് കയറുന്ന സമയത്ത് എൻട്രി പോയിന്റിൽ ഭൂരിഭാഗം ചെറിയ സ്റ്റേഷനുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അസിസ്റ്റൻറ്റ് സ്റ്റേഷൻ മാസ്റ്റർ ആയിരിക്കും. അതിനുശേഷം സ്റ്റേഷൻ മാസ്റ്റർ ആയിട്ട് വരുന്നു. സ്റ്റേഷൻ മാസ്റ്ററിന് ശേഷം സീനിയർ സ്റ്റേഷൻ മാസ്റ്റർ ആവും. അതിനുശേഷമാണ് സ്റ്റേഷൻ സൂപ്രണ്ട് അല്ലെങ്കിൽ ഏരിയ മാനേജർ എന്നുള്ള രീതിയിലേക്കൊക്കെ വളരുക. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ കരിയർ പ്രോഗ്രഷൻ എന്ന് പറയുന്നത്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, പെട്ടെന്ന് നമ്മുടെ സ്കില്ലിനും നമ്മുടെ കാര്യങ്ങൾക്കനുസരിച്ച് നമ്മളുടെ പ്രൊഫിഷ്യൻസിക്ക് അനുസരിച്ച് മെച്ചപ്പെടുത്തി നമുക്ക് കരിയർ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നൊരു കാര്യമാണ്. അപ്പോൾ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് സെൻട്രൽ ഗവൺമെൻറ് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ റെയിൽവേയിൽ ഗ്രാജുവേറ്റ് ഹോൾഡേഴ്സിന് സ്റ്റേഷൻ മാസ്റ്റർ എന്ന് പറയുന്ന പോസ്റ്റിലൂടെ. അപ്പോൾ ഇപ്പോൾ മനസ്സിലായില്ലേ, നമ്മൾ വെറുതെ കാണുന്നത് പോലെ വെറുതെ വെള്ളയും ഇട്ട് പച്ചയും ചുവപ്പ് കൊടിയും കാണിച്ച് നടക്കുന്ന, അല്ലെങ്കിൽ ഒരു ചെറിയ ജോലി മാത്രമല്ല, അത് നിശ്ചിതമായിട്ടുള്ളൊരു പവർ മാത്രമല്ല സ്റ്റേഷൻ മാസ്റ്റർക്കുള്ളത് എന്നുള്ളത്. അതിനേക്കാൾ ഉപരി വലിയ രീതിയിലുള്ള ഒരുപാട് അധികാരങ്ങളും ഒരുപാട് പവറുകളും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസുമുള്ള, ശരിക്കും പറഞ്ഞാൽ ചലഞ്ചിങ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഒരു ഓപ്പർച്യൂണിറ്റിയാണ് സ്റ്റേഷൻ മാസ്റ്റർ എന്ന് പറയുന്ന ഒരു ജോലി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. അതായത് നമ്മളുടെ സ്റ്റേഷൻ മാസ്റ്റർ എന്ന് പറയുന്ന NTPC എക്സാമിന് പ്രിപ്പയർ ചെയ്യുക. നമ്മൾ എൻട്രിയെ സംബന്ധിച്ചിടത്തോളം ഒരു 80 ഡേയ്സിൻ്റെ സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് പഠിക്കാനുള്ള നമ്മൾ വീഡിയോസ് അതിനെപ്പറ്റി ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ ഞാൻ താഴെ ഒരു ലിങ്ക് കൊടുക്കാം. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ 80 ഡേയ്സിൻ്റെ പ്ലാൻ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. തീർച്ചയായും സൗജന്യമായിട്ട് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നല്ല രീതിയിൽ പഠനം മുന്നോട്ട് കൊണ്ടുപോകുന്ന താല്പര്യമുള്ള ആളുകളാണെങ്കിൽ എൻട്രിയിൽ സ്റ്റേഷൻ മാസ്റ്റർ പോലെയുള്ള RRB NTPC പോസ്റ്റുകൾക്ക് നല്ല രീതിയിലുള്ള കോഴ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, മെൻറ്റർഷിപ്പ് സപ്പോർട്ടോടുകൂടി. അതേപോലെ തന്നെ ലൈവ് ബാച്ചസും റെക്കോർഡഡ് സെഷൻസും അടക്കം PYQ ഡിസ്കഷൻ ഉൾപ്പെടെ സെക്ഷൽ മോക്ക് ടെസ്റ്റ് ഉൾപ്പെടെയുള്ള ഇൻറ്റൻസീവ് ആയിട്ടുള്ള ബാച്ചുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾ കേൾക്കാൻ റെഡിയാണ്. അപ്പോൾ 7736122215 എന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. സ്ക്രോളിൽ നമ്മൾ പോകുന്നുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ലിങ്കിലാണെങ്കിലും നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ സജസ്റ്റ് ചെയ്യുക. വീണ്ടും കാണാം എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലത്തേക്ക് വിടവാങ്ങുന്നു. ഇറ്റ്സ് താങ്ക് യു ഫ്രം ശ്യാം ശങ്കർ.